പെട്ട് നിശ്ചലനായി വിജൃംഭിച്ചിരിക്കുന്നുണ്ടോ. ലൂക്കായെ ഭയങ്കര പേടിയാ. ലൂക്ക പേടിപ്പിച്ചിരുത്തിയതാ വരച്ച കാര്യമല്ല. എൻ്റെ ഉമ്മി ഇതൊന്നും അല്ലല്ലോ മൂപ്പ്. അറിയാതെ വന്ന് പെട്ടതാ. എണീറ്റ പേടിയ. അമ്മ ലൂക്കായെ വിളിച്ച് മാറ്റാൻ മോനങ്ങ് പൊയ്ക്കോ. ജീവനം കൊണ്ടോട്. ഇതാര് തന്ന സ്റ്റൈലാ? തന്നെ സ്റ്റൈൽ ചെയ്താ? എങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ ഇടണ്ടേന്ന്? ഇതെങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ ഇടണ്ടേന്ന്? വേണമല്ലേ? എനിക്ക് രാവിലെ ചോറ് വയ്ക്കാൻ സമയം കിട്ടത്തില്ല. അപ്പൊ കുറച്ച് ചോറ് വെച്ചാല് നാളെ ഉച്ചക്കത്തേക്കൊന്ന് വെച്ച് നോക്കി എടുത്താൽ മതിയല്ലോ. എന്റെ കണക്ക് കൂട്ടലൊന്ന് തെറ്റി. ഇച്ചിരി അരി കൂടുതലാ. ഈ കാലത്തിൽ കൊള്ളുന്നില്ല. അത് പ്രത്യേകം വെച്ചു. വിറകും തീരാനായി, ഗ്യാസും തീരാനായി. ഉമ്മൻ പാത്തു അവള് ഒളിച്ചു വെക്കാൻ പോയി. കുളിച്ചിടാൻ പോയോ? ആ പാത്തോ. ഞാൻ എല്ലാവരോടും പറയും എന്തിയേ ഒരു റസ്ക് കൊടുത്തേ അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ഒളിപ്പിക്കത്. 6-7-8 അതിശക്തമായ മഴ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതായത് കോഴിത്തീറ്റ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ചിറ്റാറിലെ വാളിപ്ലാക്കൽ എന്ന് പറഞ്ഞ കടയിൽ നിന്നായിരുന്നു തീറ്റ എടുത്തുകൊണ്ടിരുന്നത്. അച്ചായൻ്റെ അടുത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് തീർന്നു. പുതിയത് വരേണ്ട സ്ഥലത്ത് വെള്ളം കയറി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. അതായത് ഉള്ളത് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൂടെ പരമാവധി ഓടും. പക്ഷേ മഴ കനത്താൽ അല്ലെങ്കിലും അറിയത്തില്ല. ഇതെവിടെ മൂവാറ്റുപുഴ എന്നൊക്കെയാണ് തോന്നുന്നു തീറ്റ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടുന്ന് വന്നാലും അവിടെയൊക്കെ ഗോഡൗണി വെള്ളമൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ കോഴിത്തീറ്റയ്ക്ക് ഇപ്പോൾ എന്തോ ചെയ്യും? ആരോട് പറയും? ആരെത്തിച്ചു തരും? ഓർത്തിട്ട് പേടിയാവും. എന്തോ കൊടുക്കും? ഇത്രയും കോഴികളില്ല, എല്ലാത്തിനും കൂടെ കൊടുക്കണ്ടേ? ഫോണിൻ്റെ ചാർജ് പോയതാ, ചാർജിൽ വെച്ചു. അതായത് പറഞ്ഞു വന്നത് കോഴിത്തീറ്റ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഇതുങ്ങൾക്ക് വേറെ തീറ്റകളൊന്നും കൊടുക്കാനും പറ്റുമോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി അരിയെങ്കിലും മേടിച്ച് കൊടുക്കാറുണ്ട്. വേറെ വഴിയില്ലെങ്കിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടി വരും. മുട്ടയുടെ ഇതുങ്ങളുടെ ആയുസും കുറയും. ദഹിക്കൂല പെട്ടെന്ന്. ശീലമില്ലല്ലോ ഇവർക്ക്. അറിയില്ല. അതിൻ്റെ കൂടെ അമ്മ ഇന്നാ ഡ്രസ്സൊക്കെ മാറിയോ? അമ്മയ്ക്ക് ഇടൂ. ഡ്രസ്സ് ഇടുന്നതിന് കണക്കില്ല. അമ്മ ഇന്ന് 3ാമത്തെ നൈറ്റി, അമ്മയുടെ കൊച്ചുമോൻ ഇന്ന് 4ാമത്തെ ഉടുപ്പ്. അമ്മ കഴുകുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞ. ആര് കഴുകിയാലും ഇത് ഉണങ്ങി കിട്ടണ്ടേ? അമ്മ ആശുപത്രിയിലായിരുന്നു ഇത്രയും നേരം. പ്രഷർ ഭയങ്കരമായിട്ട് കൂടി. സ്ഥിരം പരിപാടി തന്നെ. മരുന്ന് കഴിച്ചില്ല ഇന്ന്. മരുന്ന് കഴിക്കാൻ വിട്ടു. അങ്ങനെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി. സ്വസ്ഥ സമാധാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പേടിച്ചു. പിന്നെ അവിടെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിക്കാത്തതിൻ്റെയാണ്. മോണ 2 ദിവസം കഴിയും അത് പറയാണെങ്കിൽ. 2 വാക്ക് സംസാരിക്കും. 2 പോത്ത് റോഡിലുണ്ട്. ഓടിയ പോത്തില്ല, അവരെ ഇന്ന് അഴിക്കണം. ഞാൻ ഒന്ന് തീർന്നു. മമ്മൂട്ടി ഇങ്ങനെ ചായ വെച്ചായിരുന്നു മുട്ടൻകാലയിൽ. രസമുണ്ടല്ലേ? പപ്പാ കഴിക്കൂ. ലഡുവും ഇലസിയും കഴിക്കൂ. ഇനി
അരി അരക്കണം, പുട്ടല്ലേ? സാമ്പാറിൻ്റെ കഷ്ണം. ഇവിടെ നമുക്ക് പുട്ട് മടുക്കുവല്ലേ കുഞ്ഞാ? ഇന്ന് അരിപ്പുട്ട്, നാളെ ചോളപ്പുട്ട്, മറ്റന്നാൾ റാഗിപ്പുട്ട്. പുട്ടിൽ ഇങ്ങനെ വെറൈറ്റികൾ കിടക്കുന്നു. ഇഡ്ഡലിയിൽ എന്നും ഒരേ ഇഡ്ഡലി, ദോശയിൽ എന്നും ഒരേ ദോശ. ഞാൻ വേറെ ഷേപ്പിലുണ്ടാക്കി തരാം. ഇങ്ങനെ പുട്ട് തിന്നാൻ മടുക്കാത്തൊരു ചേട്ടൻ. പുട്ടും പഴവും നാലോ കോമ്പിനേഷൻ. എന്നാലും എന്നും അങ്ങനെ കഴിക്കുന്നത്? ഇന്ന് അരിപ്പുട്ടായിരുന്നു, നാളെ ഗോതമ്പ് പുട്ട്, ഗോതമ്പ് പുട്ടും പോട്ടെ, ചോളപ്പുട്ട്. തൽക്കാലം നാളെ ദോശയുണ്ട്, മറ്റന്നാൾ നമുക്ക് പുട്ടാക്കാം. പുട്ട് കാണുമ്പോൾ ഇപ്പോൾ പേടി വരിക. 2 പാക്കറ്റ് പുട്ടുപൊടി മേടിച്ച് ആ രാവിലെ നല്ല ഇഡ്ഡലി, മഴ, സാമ്പാർ, ചമ്മന്തി വേണോ? വേണ്ട, കഴിഞ്ഞ ദിവസം ചേർത്ത ചമ്മന്തി അല്ലേ നീ ഇപ്പോൾ ഓർത്തെ? ചമ്മന്തി അല്ലല്ലോ. ചോറ് വെന്തിട്ട് വേണം കറി വെക്കാൻ. തീർന്നു മോളെ, വിറക് തീർന്നു. എവിടെയെങ്കിലും ഇപ്പം അന്വേഷിച്ചാൽ വലിയ കുഴപ്പമില്ല. മറ്റേ ആവശ്യമുള്ളത് തീരുമ്പോഴത്തേക്കും എത്ര ദിവസം കൂടെ കാണാമായിരുന്നു? ഈ ഒരാഴ്ച പോകും, ഈ അടുത്താഴ്ച പോകും. ഓണത്തിന് മുന്നേ വേണം. മണീനെ വിളിച്ചോടെ മാസം ഉണ്ടാക്കാം, ഈ ആഴ്ച അടുത്താഴ്ച. പിന്നെ ഇതിന് പറമ്പിനെല്ലാം ഉള്ളിപ്പെറുക്കി. ഈ മഴയത്ത് ചെയ്യാൻ പറ്റുന്ന ഉള്ളിപ്പെറുക്കാനാ? നാളെ മട്ടലെല്ലാം ഞാൻ വെട്ടിയെന്ന് വിളിച്ചു, കുറേ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് അടുപ്പിനെ വിളിച്ചു. നാളെ ഞങ്ങൾക്ക് ഒരുപാട് പണിയുള്ള ദിവസം. നമ്മളെ പട്ടികളെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. പക്ഷെ ഇത്രയും മഴക്കാലമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുറ്റത്ത് കഞ്ഞി വെക്കേണ്ട അവസ്ഥ, അങ്ങനെ രസത്തിനിരിക്കുന്നു എന്നല്ലാണ്ട് അങ്ങനെ മുറ്റത്ത് തന്നെ കഞ്ഞി വെക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വെള്ളം ചൂടാക്കൽ, കറി വെക്കൽ, കഞ്ഞി വെക്കൽ എല്ലാം മുറ്റത്ത്. നമ്മുടെ അടുപ്പിൻ്റെ പാതകത്തെ നല്ലോണം വെള്ളം ശക്തമായിട്ട് വീഴുക മഴ പെയ്യുമ്പോൾ. ഇപ്പോൾ അതേ ഇടിക്കാനോ പൊളിക്കാനോ പോയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ അതിന് ചിലവാകും. അതോടെ മഴക്കാലം ഇങ്ങനെ പോകട്ടെ, ഈ അടുപ്പ് ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ നമ്മൾ വൃത്തിയും കാര്യം നോക്കിയിട്ട് കാര്യമില്ല. നാളെ വലിയ പോത്തന്മാരെ എല്ലാം നമ്മൾ തൊട്ട് മേളിൽ ടാർപ്പൊക്കെ കെട്ടി നല്ല സെറ്റാക്കിയിട്ടുണ്ട് പശുക്കളെ തൊട്ട് മേളിൽ. നാളെ ഇനി ഈ മിറ്റിൽ ഫുള്ള് കഴുകണം. മൊത്തം ചാണകമാണ്, സിറ്റ് ഔട്ടും അവിടെ ഫുള്ള് പശുവിനെ പോത്തിനെ ചാണകം, അതെല്ലാം കഴുകി ഇറക്കണം. നാളെ അതൊരു വലിയ പണിയാണ്. 2 പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് വെള്ളം അടിച്ചു വിട്ട് നോക്കാം, പോവെന്നറിയാം. ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഓസ് പോവും. വെള്ളം പോയി കഴിഞ്ഞാൽ പണിയാണ്. മഴ നല്ല ശക്തിയായിട്ട് പെയ്താൽ പൈപ്പ് ഓസ് പോവും. ഓസ് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കയറി അടഞ്ഞാൽ ഇന്ന് പോയ പോലെ ഇരുന്ന്, നിങ്ങൾ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടില്ല, അതുപോലെ വലിഞ്ഞു കയറി പോകണം. അണ്ണാൻ്റെ കാലാണേ പഴുത്ത് കുഴിനകം പോലെ എന്തോ കുത്തിപ്പഴുത്ത. മറ്റേ ബൈക്കിൽ മറ്റേ ഷൂ പോലത്തെ ചെരുപ്പിട്ടാണ് പോയത്. അവിടെ അത്രയും ദൂരം ഇങ്ങനെ ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടി കാണുന്നുണ്ടോ, അതിരുന്നങ്ങ് പഴുത്തു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് കീറണമെന്ന് പറഞ്ഞു. അതിന് മരുന്ന് കെട്ടി, കാലേ മരുന്ന് കിട്ടി. അവർ 2 ദിവസത്തിൽ വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമെന്ന് തോന്നുന്നു. ഇടൂര് പിന്നെ നാളെ അവധി. ഞാൻ പിന്നെ അതുകൊണ്ട് മുൻകൂറെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഇന്ന് പോയി ഒരു TT എടുത്തു. സുലഭമ്മയെ കാണിക്കാൻ പോയിട്ട് ഈ TT എടുത്തു. കാരണം കൈയും കാലമൊക്കെ അവിടെ ഇവിടെ മുറിയുന്നൊക്കെ പഴുക്കുന്നു. ഈ ചാണകമൊക്കെ തൊടുന്നതല്ലേ, തകര ഷീറ്റൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, കത്തിയൊക്കെ കൊണ്ട്. ചെറിയ ചെറിയ മുറിവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു മേത്ത്. ഞാൻ 2-3 ദിവസം പണി ചെയ്യാതിരുന്നപ്പോൾ എൻ്റെ കയ്യിലെ കരിഞ്ഞു. പണി വീണ്ടും ഇറങ്ങി ചെറുതായിട്ട് എനിക്ക് വേദനയെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ വേറെ വഴിയില്ലല്ലോ, വേറെ അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾക്ക് വലിയ കുറച്ച് സുപ്രധാന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ശരിയായിട്ടേ പറയുന്നുള്ളൂ. അല്ലേ ഞാൻ എല്ലാം ശരിയായിട്ടേ പറയുന്നുള്ളൂ. ഫോണുണ്ടായിരുന്നു, റസ്കിൻ്റെ പൊടി താഴെ കിട്ടുന്നത്. ഫോണുണ്ടായിരുന്നു, റസ്കിൻ്റെ പൊടി താഴെ 2 പൂത്ത് ആ റോഡ് നിൽക്കുന്നില്ല, അവന്മാരെ അഴിച്ചോണ്ട് വരണേ. താഴെ പറമ്പ് കൊണ്ടുവരണം. അവർ പിണങ്ങി നിൽക്കുക 2. എടുങ്ങി വന്നേ അന്നേ മോനില്ലാണ്ട് അപ്പൊ റീലെടുക്കുവോ? അത് റീലല്ല, വീഡിയോ അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പൊ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞെടുത്ത ആരുടെയാ? ആഹാ, ഫോണൊന്ന് പിടിച്ച ഒരു സുന്ദര കുട്ടനുണ്ടെന്ന് പറഞ്ഞ ആരെയാ? മാമനെയാണോടാ?
ആണോടാ? കൊള്ളാം. മഴ വരുവേ. അപ്പൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ് വെക്കട്ടെ. ഇന്ന് ഭയങ്കര തണുപ്പ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഈ അടുപ്പിൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ ഒരു ചൂട് ഇന്ന് പതിവില്ലാത്ത തണുപ്പാണ്. അമ്മ എന്തെടുക്കും അവിടെ? അമ്മ എന്ന് പറഞ്ഞാ കേക്കമ്മ, പണി ചെയ്യല്ലേ. ഒരു പാത്രം പോലും അമ്മ കഴുകണ്ട. അമ്മ ഈ ഒളിച്ചും പാത്തും ഈ പണി ചെയ്യുന്നതിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്നേ. എന്റെ കഷ്ടപ്പാട് കണ്ട അമ്മ വെറുതെ ഇരുന്നു പോടുന്നു. അമ്മ അനുഭവിക്കുന്ന അമ്മയില്ലയോ? എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ അത്ര ഞാൻ ചെയ്യും, ബാക്കി അവിടെ കിടന്നോട്ടെ. അമ്മ ചെയ്യണ്ട. ഒളിച്ചും പാത്തും അമ്മ പണി ചെയ്യുന്ന ഞാൻ കാണുന്നില്ലെന്ന് അമ്മയുടെ വിചാരം. ഞാൻ വെളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണാം ഇവിടുന്ന് ഓടും പണി ചെയ്തിട്ട്. ഞാൻ ഒന്നും അറിയാത്തല്ലേ കട്ടിലെ പോയി ഇങ്ങനെ ഒരു ഇരിപ്പിരിക്കും. രണ്ടെണ്ണം ഓടുന്നേ, ഒന്ന് കിടു ഒന്ന് സുലഭമ്മ. സുലഭമ്മ പണി ചെയ്തത് കാണാതിരിക്കാൻ ഓടുന്നു, കിടു കുരുത്തക്കേട് കാണിച്ചത് കാണാതിരിക്കാൻ ഓടുന്നു. കിടു എനിക്കൊരു തത്തയെ മേടിച്ചു തരാന്ന് പറഞ്ഞു. തത്ത അത് പുറത്തു പോയാലും അതേപോലെ വരും. റിമോട്ട് കൺട്രോളാ. അയ്യേ, ഞാൻ ഓർത്ത് ജീവനുള്ള തത്തയാണ്. അത് റിമോട്ട് ആണ്, തന്നെ പോവുകയും ചെയ്യും. കള്ളം പറയല്ലേ. സത്യം. നീ എവിടാ കണ്ടേ? ഫോണും ഇങ്ങനത്തെ തത്ത. വേറൊന്നും മേടിച്ചില്ല. എനിക്ക് വലുതാകുമ്പോ മേടിച്ചിരുന്ന സാധനം കേട്ടോ, റിമോട്ട് കൺട്രോൾ ഉള്ള തത്ത. തത്ത അല്ലെങ്കിൽ പ്ലെയിനോ? ആ, വയസ്സാകാലത്ത് ഒരു പ്ലെയിൻ അത്യാവശ്യമാണ്. പിന്നെ മാർക്കറ്റിൽ പോകണ്ടേ? മാർക്കറ്റിൽ പോകണം. എൻ്റെ കുഞ്ഞ് പറഞ്ഞ ശരിയാ. ഇച്ചിരി മീൻ വേണം. എവിടെ പോവും? വെള്ളമാ മൊത്തം തറയില്. അന്നേരം പിന്നെ പ്ലെയിനേ പോകണം അല്ലേ? പ്ലെയിനേന്ന് എങ്ങനെ അപ്പൊ കയറ് കെട്ടി ഇറങ്ങുമോ? അങ്ങനല്ല, അതെന്റെ അടുത്തോട്ട് നിർത്തി അങ്ങോട്ട് ഇറങ്ങിയെടുക്കാലോ. മേടയിൽ ചൂണ്ടയിട്ടാലോ താഴെ മീൻകടയിലോട്ട്? മീൻകാരുടെ ചൂണ്ടയിലോട്ട് കൊളുത്തി കയറ്റി. ഓ കൊള്ളാം, നല്ല ഐഡിയ. പിന്നെന്താ ഐഡിയ? അപ്പൊ സ്വർണ്ണം ഇഷ്ടമാണോ? സ്വർണ്ണോ? കുറച്ചൊക്കെ. ഡയമണ്ട് എന്ന് വെച്ചാ എന്തുവാടാ? ഡയമണ്ട് എന്ന് വെച്ചാൽ ഒരു സ്വർണത്തിനെക്കാട്ടി വിലയുള്ള സാധനമാണ്. നിന്നോട് ആരാ പറഞ്ഞേ? ഇതൊക്കെയാണോ സുലഭ പറഞ്ഞു കൊടുത്തതാ? ഡയമണ്ടിന് സ്വർണത്തെക്കാട്ടി വിലയാണ്. ഡയമണ്ട് എന്തിനാ? ഡയമണ്ട് കാശുണ്ടാക്കാനുള്ള ഒരുപാട് കാശോ? കാശ് എന്തിനാ? കാശ് മുട്ടാൻ മേടിക്കാനും നിങ്ങൾ ആവശ്യം വരുമ്പോൾ മീൻ മേടിക്കാനും ഒക്കെ കാശ് വേണം. അപ്പൊ അതിന് ഡയമണ്ട് വേണം. ഡയമണ്ട് അപ്പൊ എവിടെ കിട്ടും? ഏറ്റവും കടലിലത്തെ അടിയിലെ നിധിയുടെ അകത്തുണ്ട്. കടലിനടിയിലെ നിധിക്കകത്ത് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്വർണത്തെക്കാട്ടി വിലയുള്ളതാണ്. അന്നേരം എന്താ മേടിക്കാം? മീൻ മേടിക്കാം, മുട്ടായി മേടിക്കാം. ഇത്രയൊക്കെ അറിവ് നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നടാ? അത് സുലഭം വേണോ? അത് സുലഭമൊന്നുമല്ല, അത് ഫോണിൽ നിന്ന് ഇടുന്ന. സത്യമായിട്ട് ഫോണിൽ നിന്ന് കിട്ടിയതാ? അത് ബെഞ്ചിനൊക്കെ പറയുന്നുണ്ട്. ബെഞ്ചിനല്ല, നെറൂട്ടോ പറഞ്ഞോ? ഓ, ഡയമണ്ട് അപ്പൊ നമ്മൾ കടലിനടിയിൽ പോയി എടുക്കണം. മീന് കടലിലല്ലേ, അപ്പൊ മീനിന് കാശൊന്നും വേണ്ടേ? ഒരു രാക്ഷസൻ, അതിന്റെ അടിയിൽ ഒരു രാക്ഷസനുണ്ട്. രാക്ഷസനോ? രാക്ഷസൻ പാമ്പ്. അവന്റെ പൈസയാ മൊത്തവും. ആണോ? അവന്റെ പേരെന്തുവാ? രാക്ഷസൻ പാമ്പോ? ഈ പേരറിയത്തില്ല. 3 അല്ല 4 പേരുണ്ട്. 4 രാക്ഷസന്മാരുണ്ടോ? എല്ലാം ഒരുമിച്ച് വരും. ഒരുമിച്ചല്ല, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ട്. കഥ പറഞ്ഞ് പേടിപ്പിക്കുവല്ലേ? എന്നിട്ട് സത്യമായിട്ടും അല്ലെങ്കിൽ പോയി കടലിന്റെ അടിയിൽ പോയി നോക്കാം. അപ്പൊ അറിയാലോ. കടലിന്റെ അടിയിൽ നമുക്ക് പോയി നോക്കാം അല്ലേ? പോയി നോക്കിട്ടോ. മോന് പേടിയുണ്ടോ? ആറ്റിലപ്പോ ഡയമണ്ട് ഇല്ലേ? അച്ചാച്ചി മീൻ പിടിക്കുന്നല്ലോ. ആറ്റിൽ ഡയമണ്ട് ഇല്ല, കടലിന് മാത്രമേ ഉള്ളൂ ഡയമണ്ട്. അപ്പൊ ഈ ഡയമണ്ട് ആരുടെ കയ്യിൽ കൊടുക്കുമ്പോഴേ പൈസ കിട്ടുന്നേ? കൊടുക്കുന്ന വേണ്ട, പിന്നെ വിറ്റാ മതി. വിറ്റാ നല്ല സ്വർണവും കാശും കിട്ടും. എവിടാ ഇത് വിൽക്കുന്നേ? വിൽക്കേണ്ടത് ഫോണില് നമ്മൾ ഡയമണ്ട് കൊണ്ട് ഫോണെ വെച്ചാ മതിയോ? പിന്നെ അതിന് ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ. ആർക്ക്? അവർക്ക്. എവർക്ക്? അത്ര അവൻ ചിന്തിച്ചില്ല കേട്ടോ.
എടാ ഇത് വിൽക്കണ്ടേ? ആ ആർക്ക് വിൽക്കും? ആരൊക്കെ വിറ്റ് കൊടുക്കണം? എവിടെ ആർക്ക് നമ്മളിത് വിൽക്കും? അപ്പേ ഓ അങ്ങനല്ല പറഞ്ഞു. പിന്നെ ഡയമണ്ട് എടുത്താ നമുക്ക് എന്തോ കിട്ടുമെന്നറിയോ? ശരിക്കത് കാശൊന്നും കിട്ടത്തില്ല. നിറയെ കുഞ്ഞു ഡയമണ്ട് കിട്ടും. കുഞ്ഞു ഡയമണ്ട് ശരിക്കും അതാ കിട്ടുന്നത്. അപ്പൊ അതെന്തോ ചെയ്യണം? കുഞ്ഞു ഡയമണ്ട് നമുക്ക് കളിക്കാനോ ആവശ്യം വരും. കുഞ്ഞു ഡയമണ്ട് വെച്ചൊക്കെ നമ്മൾ കളിക്കൂ. ഇവ എനിക്കൊന്ന് ജനിച്ച പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് അപ്പേന്നായിരിക്കും. അതിനകത്ത് ചിലപ്പോ സ്ലൈം ഉണ്ടായിരിക്കും. ഒരു വാക്ക് പറയുന്നത് 100 അപ്പേ അങ്ങ് വിളിക്കും. അപ്പേ അതുണ്ടല്ലോ, അപ്പേ അപ്പേ അങ്ങനെ ഉണ്ടല്ലോ, അപ്പേ. കൊല്ലല് കൊല്ലല് കൊല്ലല്. കവള് വേദനയാടോ. കള്ളം പറഞ്ഞ് പഠിക്കും. അല്ലടോ. മതി മതി, സ്നേഹം സമ്മതിച്ചു. ചോറ് വെച്ചാലോ? അപ്പോൾ വരുത്തട്ടെ. അപ്പോൾ വരുത്തട്ടെ. മോനെ ഇവിടെ അപ്പോഴേക്ക് വേദനയാക്കളെ. അയ്യോ, അപ്പോൾ വരുത്തരട്ടെ. ചോറ് വരുത്തരമ്മ. വെള്ളം ചോറ് കഴിക്കുന്നതിന് മുന്നേ അങ്ങ് വെള്ളം കൂടി അങ്ങ് തുടങ്ങും. തുപ്പി ഞാൻ പോടാ വെച്ച് പോയി. അപ്പം കറി വെന്തോ നോക്കട്ടെ. നമുക്ക് കറി വെന്തോ നോക്കാം. കറി വെന്തോ നോക്കാം. അയ്യോ, മഴയൊന്ന് തോർന്നു കിട്ടി. എന്ത് തുണിയുണ്ടെന്നറിയാം അലക്കാൻ. ഒരു ലോഡ് തുണി. അലക്ക് അലക്ക് അലക്ക്, ഇത് തന്നെ പരിപാടി. എല്ലാം അലക്കി. ഇരിച്ചിടാൻ സ്ഥലമില്ല, പക്ഷെ അലക്കി. അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. കാവലിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഈ റോഡിലിടണം. ഭയങ്കര പായലല്ലേ. ആ കുഞ്ഞാവ് കൊണ്ടിരുന്നുണ്ട്, അതിടാൻ പോവാം. ഒരു സൈഡിൽ അലക്ക, ഒരു സൈഡിൽ ബ്ലീച്ചിങ് പൗഡർ ഇടയിൽ. ഇനി ആ ഫ്രണ്ട് വശം മൊത്തം കഴുകി മാറണം. ചാണകം കാരണം ഈച്ച വരുന്നുണ്ട്. പശുവും പോത്തൊക്കെ അവിടെ അല്ലായിരുന്നോ? ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഞാൻ അലക്കി 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 എപ്പോൾ തുടങ്ങി അലക്കും അടിച്ചു വാരലും എല്ലാം ഒറ്റ അടിക്ക് എല്ലാ പരിപാടിയും തീർത്തു. കിട്ടിയ ആ ഒരു ഗ്യാപ്പ്, ഒരു മണിക്കൂറായിട്ട് മഴ പെയ്യുന്നേ ഇല്ല.